അപ്പൊ 5 പ്രവാചകന്മാരായ 5 ഉലുൽ അസ്മുകൾ, ഇവർക്ക് അല്ലാഹു തആല ബാത്തിനിയായ 10 വശങ്ങൾ, 10 ഇൽമുകൾ കൊടുത്തിട്ടുണ്ട്, വിജ്ഞാനങ്ങൾ. ഇതിന്റെ പകുതി അവരവരെ ഉമ്മത്തിൽ വരുന്ന വലിയ വലിയ മശായിഖന്മാരെ കൽബിലേക്ക് മാറ്റം കൊടുക്കും. ഇത് കൂടാതെ ബാഹ്യമായ വശമുണ്ട്, ലാഹിറായ ശരീഅത്ത്. ഇത് ജനങ്ങൾക്കുള്ളതാണ്, പൊതുജനങ്ങൾക്കുള്ളതാണ്. ഈ ഇൽമാണ് ഖുർആനിൽ നിക്ഷേപിക്കപ്പെട്ടത്. ഖുർആനിലുള്ളത് ഈ ബാഹ്യവശമാണ്, അത് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളതാണ്. ആന്തരികമായ വശം കിടക്കുന്നത് ആ പ്രവാചകന്മാരെ കൽബിലാണ്. അത് കൽബിൽ നിന്നും കൽബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അത് ഔലിയാക്കളെ കൽബിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഖുർആനിൽ നിന്നും വായിച്ച് നമുക്ക് തെരഞ്ഞാൽ കിട്ടൂല. അപ്പൊ അതിന് ആന്തരികമായ ഖുർആൻ എന്ന് പറയപ്പെടും. ഈ 2 ഖുർആനും വന്നത് ഒരേ കൽബിൽ നിന്നാണ്, പ്രവാചകന്മാരുടെ കൽബിൽ നിന്ന്. പക്ഷെ ആന്തരികമായ വശം അത് സാധാരണ ബാഹ്യമായ ഖുർആനിൽ വരാറില്ല. എന്നാൽ ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ കൂടെ അത് ഉതിർന്നു വീഴാറുണ്ട്, അറിയാതെ ഉതിർന്നു വീഴാറുണ്ട്. അങ്ങനെ ഉതിർന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അഹ്ലുക്കാർക്കല്ലാതെ അത് മനസ്സിലാവൂല. അത്തരം സൂക്തങ്ങൾ ഖുർആനിലുണ്ട്. അങ്ങനെ വരുന്ന സൂക്തങ്ങളാണ് ശരിക്കും മൻസൂഖ് ചെയ്യപ്പെട്ടത്. നാസിഖ് മൻസൂഖിന്റെ ഒക്കെ ബന്ധം ഇതിനോടാണ്. അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. ബാഹ്യമായ പണ്ഡിതന്മാര് അതിനൊരു വിധി കൽപ്പിക്കുന്നുണ്ട്. ഇത് ബാഹ്യമായ തലത്തിൽ ശരിയാണെങ്കിലും ആന്തരികമായ വിഷയത്തിലൂടെ പോകുന്ന സമയത്ത് അതിന് അതിൻ്റെതായ രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് അറിഞ്ഞ, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മശായിഖന്മാരുണ്ട്, അവരെ സന്നിധിയിലെത്തണം. അവരിൽ നിന്നും ഖുർആൻ പഠിക്കണം. അങ്ങനെ ഈ 5 ലത്തായിഫും കഴിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലുള്ള ലത്തായിഫിന്റെ എണ്ണം കഴിഞ്ഞു. പിന്നെയുള്ള ലത്തായിഫ് അന എന്നുള്ള ലത്തായിഫാണ്. ഈ ലത്തായിഫിന്റെ സ്ഥാനം തലയിലാണ്. ഈ തലയിലായതിന്റെ പേരില് ആ ലത്തായിഫ് ശരിക്കും നമ്മളെ ജിസ്മിൽ പെട്ടതല്ല, അള്ളാഹുവിന്റെ അഹദിയത്ത് ലോകത്തുള്ളതാണ്. പക്ഷെ താൽക്കാലികമായി മനുഷ്യന്റെ പരിപൂർണാവസ്ഥയ്ക്ക് വേണ്ടി കടം കൊടുക്കപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിന്റെ ലോകത്തേക്ക് പ്രവേശനമില്ലാത്തതിന്റെ പേരിൽ ആ ലോകത്തുള്ള കാര്യങ്ങൾ മനുഷ്യന് ക്യാമറ വഴി കാണുന്ന പോലെ കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ലത്തായിഫാണ് ലത്തായിഫുൽ അന. ലത്തായിഫുൽ അന എന്നുള്ള മഖ്ലൂക്കിന്റെ സ്വദേശം അഹദിയത്ത് ലോകമാണ്. ഈ അഹദിയത്ത് ലോകത്തെ നിറം കളർലെസ് ആണ്, കളറില്ല. അതിൽ നമ്മൾ ആ ലത്തായിഫിനെ മുനവറാക്കപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട ദിക്റ് യാ ഫൂ എന്നുള്ള ദിക്റാണ്. മറ്റുള്ള ലത്തായിഫൊക്കെ മുനവറാക്കിയ ശേഷമാണ് ഇതിന് സാധിക്കുള്ളൂ. എന്നാൽ മറ്റുള്ള ലത്തായിഫൊക്കെ മുനവറാക്കപ്പെട്ടത് വഴി നമുക്ക് അതാത് ലോകത്തിൽ എത്താൻ പറ്റും എന്നുണ്ടെങ്കിലും ഈ ലത്തായിഫ് മുനവറാക്കപ്പെട്ടതിന്റെ പേരിൽ മാത്രം ആ ലോകത്തേക്ക് എത്താൻ പറ്റൂല. പക്ഷെ നമ്മൾ ആ ലോകത്തേക്ക് പോകാനുള്ള കാവിലായി, അർഹരായി. പിന്നെ അർഹത ഉള്ള ആളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോകും അള്ളാഹുവിനെ കാണാൻ വേണ്ടി. അങ്ങനെ കാണാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം മഖാമുൻ മഹ്മൂദിലാണ്, ആലം വഹദത്തിലാണ്. ആ വഹദത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഇരിപ്പിടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. ആ പറയുന്ന മഖാമിന്റെ പേരാണ് മഖാമുൻ മഹ്മൂദ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്മൂദ് എന്നുള്ള നാമം ശരിക്കും എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പല അവസ്ഥകളുണ്ട്, പല വുജൂദുകളുണ്ട്. നമ്മൾ കാണുന്ന ശരീരം മാത്രമല്ല. അപ്പൊ ഈ വഹദത്ത് ലോകത്തുള്ള റസൂലുള്ളാഹിന്റെ ആ വുജൂദിന്റെ പേരാണ് എന്ത്? മഹ്മൂദ് എന്നുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പല പേരുകളുണ്ട്. ഹാമിദ് എന്നൊരു പേരുണ്ട്. ആ പേരെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കുഫയുടെ പേരാണ് ഹാമിദ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിന്റെ പേരാണ് അഹ്മദ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് പരസ്പരം ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബൈബിളിൽ വന്ന വാക്യം എന്താണ്? തൗറാത്തിലും ഇഞ്ചിലൊക്കെ വന്ന വാക്യങ്ങൾ അഹ്മദ് എന്നാണ്. അതിന് കാരണം എന്താണ്? അന്ന് റസൂലുള്ളാഹിന്റെ ജിസ്മ് പടക്കപ്പെട്ടിട്ടില്ല, പക്ഷെ റൂഹുണ്ട്. റൂഹുള്ളതിന്റെ പേര് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഉള്ളതിന്റെ പേരാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാ റസൂലുള്ളാഹിന്റെ ശരീരം എന്നത് എപ്പോഴാണ്? മക്കയിൽ വന്നു. ആ സമയം ആ ജിസ്മിന്റെ പേരാണ് മുഹമ്മദ് എന്നുള്ളത്. അപ്പൊ മുഹമ്മദ് ജിസ്മിന്റെ പേരും അഹമ്മദ് റൂഹിന്റെ പേരും മഹ്മൂദ് വഹദത്തിലുള്ള വജൂദിന്റെ പേരും മഖാമുൻ മഹ്മൂദ് ചെയ്ത വജൂദിന്റെ പേരും അക്ഫയിലുള്ള വജൂദിന്റെ പേരാണ് ഹാമിദ് എന്നുള്ളത്. ഈ മഖാമുൻ മഹ്മൂദിന്റെ അധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണണം എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണ്. അർഹത അവിടെ വില പോകൂല. ദീനിലെ അതിനെ എന്തില്ല? നിർബന്ധം ഇല്ല.
ദീനിൽ അള്ളാഹുവിനെ കാണുന്ന ഭാഗം ദീനിന്റെ ഭാഗമല്ല. ബാക്കിയുള്ള ലത്തായിഫൊക്കെ മുനവ്വർ ആക്കല് ഈ ദീനിന്റെ ഭാഗമാണ്. കാരണം 5 ലത്തായിഫുകൾ മുനവ്വർ ആയി കഴിഞ്ഞാൽ പരിപൂർണനായി. അതുവരെയാണ് ദീനിന്റെ സ്ഥാനം. അതുകൊണ്ടാണ് 5 തരം ഇൽമുകളും ഉമ്മത്തിൽ ഇറക്കപ്പെട്ടപ്പോ ദീൻ കഴിഞ്ഞു പോയി. അല്ലുമ്മ അക്മൽതു ദീനക്കും എന്ന് പറയാൻ കാരണം അതാണ്. ഈ ദിവസം ഇന്നേ ദിവസം നിങ്ങളെ ദീന് നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താണ്? അതോടുകൂടി ദീനില് വേണ്ട ഇൽമുകളൊക്കെ കഴിഞ്ഞു പോയി. ദീനിൽ ഇത്ര ആവശ്യമുള്ളൂ. ഈ ലത്തായിഫുൽ അഖഫയുടെ ഇൽമു വരുന്നവരെയുള്ള വിജ്ഞാനങ്ങൾ ആവശ്യമുള്ളൂ. അത് പൂർത്തിയായതോടുകൂടി ശരീഅത്തും തരീഖത്തും ഒക്കെ പൂർത്തിയായി. പിന്നെയുള്ള ലത്തായിഫ് അനയാണ്. ഈ അനയുടെ ലത്തായിഫ് ആർക്കും അവകാശപ്പെട്ടതല്ല. അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നൽകിയ ഒരു വിജ്ഞാനാണ്. അള്ളാഹു ഈ ഉമ്മത്തില് റസൂലുള്ളാഹിക്ക് അല്ലാതെ ആർക്കും നൽകിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. ഇതിന്റെ പരമാധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ഡിമാൻഡ് ചെയ്യാൻ പറ്റൂല. ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുപോകാൻ റസൂലിന്റെ ഇഷ്ടമാണ്. റസൂലിന്റെ ഇഷ്ടമായി കൊണ്ടുപോകാം. അതാണ് ആ മക്കാമിന്റെ അവസ്ഥ. നമ്മളെ ജോലി എന്താണ്? ഈ ഒരു ലത്തായിഫ് മുനവ്വർ ആക്കി വെക്കുക, തയ്യാറായി നിലനിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നമ്മളിലേക്ക് വരികയാണ്, തൃപ്തി വരികയാണ്. ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളെ ഈ ലത്തായിഫിനെ കൊണ്ടുപോവുക. ഇതെപ്പോഴാണ് സംഭവിക്കുക? ഉറക്കത്തില്. ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കത്തിലാണ് ഈ ലത്തായിഫിനെ കൊണ്ടുപോവുക. എവിടെയൊക്കെ കൊണ്ടുപോവുക? ഈ മക്കാമുൻ മഹ്മൂദ് എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. മക്കാൻ മഹ്മൂദ് എന്ന് പറഞ്ഞ ഒരു ഗാലറിയാണ്. നമ്മളിപ്പോൾ ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ കാണുമ്പോൾ ഗാലറിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം. അങ്ങനെ ഈ വഹദത്ത് എന്നൊരു ലോകത്തുള്ള ഗാലറിയായ മക്കാം മഹ്മൂദിൽ റസൂലുള്ളാഹിന്റെ കൂടെ നമ്മൾ നിൽക്കും. അങ്ങനെ നിന്നുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ നോക്കും, ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ. ആ ലോകത്ത് അള്ളാഹുവിനെ നമ്മൾ കാണും. അങ്ങനെ കാണുന്ന അവസ്ഥയിലേ കാണാൻ പറ്റുള്ളൂ. ഈ ലത്തായിഫുൽ അന വഴി, അതും സ്വപ്നത്തിലാണ് ഈ ലത്തായിഫിലിനെ പോകുന്നത്. അങ്ങനെ സ്വപ്നത്തില് ലത്തായിഫുൽ അന എന്നുള്ള വുജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കാമുൻ മഹ്മൂദ് ചെന്ന് നിന്നുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കാണിച്ചു തരും. അങ്ങനെ അള്ളാഹുവിനെ ലത്തായിഫുൽ അന കാണും, അള്ളാഹു തിരിച്ചു കാണും. ആ സമയത്ത് പ്രത്യേകമായ ഒരു ആകർഷണം നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിരിക്കും, ശക്തമായിരിക്കും. അപ്പോ ഈ സുലൂക്കിൽ കയറിയ ഒരാൾക്ക് മുഹബ്ബത്ത് ഉണ്ടായേക്കാം. ഓരവന്റെ ഷെയ്ക്കില് നമ്മൾ മുഹബ്ബത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മുഹബ്ബത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇഷ്ക് എന്നുള്ള സംഭവം വരൂല. ഇഷ്ക് എന്നുള്ള വരുന്ന സംഭവം വരുന്നത് അള്ളാഹുവിനെ കണ്ട ശേഷമാണ്. ആർക്കും ഇഷ്ക് നൽകപ്പെടൂല. ഇഷ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അതൊന്നും ഇഷ്കല്ല. ഇഷ്കിന്റെ അസൽ മായന അള്ളാഹു തആലനെ കണ്ടതിന് ശേഷമേ വരുള്ളൂ. അവർക്കാർക്കും ഇഷ്കില്ല. അവരൊന്നും ആശിക്കല്ല. ആശിക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിനെ കണ്ടവരാണ്. കാണാത്തവർക്ക് ഇഷ്കില്ല. കാണാത്തവർക്ക് മുഹബ്ബത്ത് ഉണ്ടായേക്കാം, ഇഷ്ക് ഉണ്ടാവില്ല. അള്ളാഹുവിനെ കാണുന്ന ആ സമയത്ത് അള്ളാഹുവിനെ കണ്ട മാത്രയിൽ നമ്മൾ ഇഷ്കിന്റെ അഹ്ലുകാരോ ആശിക്കായിട്ട് മാറും. പിന്നെ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ. മറ്റൊന്നിലേക്കും ശ്രദ്ധ വരൂല, മറ്റൊന്നിലേക്കും താല്പര്യം ഉണ്ടാവും ചെയ്യൂല. അങ്ങനെ അള്ളാഹുവിനോടുള്ള മുനാജാത്ത് കഴിഞ്ഞ ശേഷം അള്ളാഹു തആല ഈ അന എന്ന ലത്തായിഫിനോട് പോയി പറയും, നിങ്ങൾ ഇനി ഭൂമിയിലേക്ക് പോവാന്ന് പറയും. എന്നിട്ട് നിങ്ങളെ മുരീദന്മാരോട് പറയാ, നിങ്ങളെ കണ്ടവര് അള്ളാഹുവിനെ കണ്ടവർക്ക് തുല്യരാണ് എന്ന് പറയും. അതാണ് വലിയന്റെ അവസ്ഥ. ഈ വലിയനെ ഈ അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ കണ്ടത് ലത്തായിഫുൽ അന എന്നുള്ള ലത്തായിഫാണ്. ആ ലത്തായിഫിൽ നിന്നും ഈ ഒരു പിക്ചർ, അള്ളാഹുവിന്റെ പിക്ചർ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും കണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കണ്ണിൽ നിന്നും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക്, കൽബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ കൽബില് അള്ളാഹുവിന്റെ പിക്ചർ, അള്ളാഹുവിന്റെ രൂപം സ്ഥായിയായി നിലകൊള്ളും. എല്ലാ സമയത്തും അതവിടെ ഉണ്ടാവും. അതിന്റെ പേരിലാണ് ഇദ്ദേഹം വലിയായി തീർന്നത്. അദ്ദേഹത്തിനെ കാണുന്ന ആളുകളിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ അള്ളാഹുവിനെ കാണുന്ന സമമാവുന്ന എന്തിന്റെ പേരിലാണ്? അദ്ദേഹത്തിന്റെ നെഞ്ചിൽ അള്ളാഹുവിന്റെ പിക്ചർ ഉള്ളത് കൊണ്ടാണ്. അതിനെ മറക്കപ്പെട്ട ഒരു ശരീരം മാത്രമാണ് ഇദ്ദേഹം. അള്ളാഹു തആല അത്തരം ഔലിയാക്കളിലേക്ക് നിരന്തരമായി തജല്ലി ഇറക്കിക്കൊണ്ടിരിക്കും. കാരണം അതുവരെ മനുഷ്യൻ അവനവന്റെ കയ്യിലാണ്. അവനൊരു പക്ഷെ തെറ്റ് സംഭവിച്ചേക്കാം. പക്ഷെ ഇനി തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അള്ളാഹു അവന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ഇരിക്കുന്നതിന്റെ പേരിൽ ആ പിക്ചറിന്, ആ ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അള്ളാഹു അതിന് സംരക്ഷണം കൊടുക്കും. ആ സംരക്ഷണത്തിന്റെ പേരിൽ വലിയ സംരക്ഷണം കിട്ടും. അദ്ദേഹത്തിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല.
അങ്ങനെ അദ്ദേഹത്തിനെ കാണുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വരുന്ന തജല്ലിയാത്തിന്റെ അംശം ലഭിക്കും. തജല്ലി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്നവർക്കൊക്കെ തജല്ലിയുടെ ഭാഗം കിട്ടും, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. അങ്ങനെയാണ് ഒരു വലിയന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ട് 100 കൊണ്ട്. തജല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന്റെ ശക്തമായ രൂപമാണ്. 100 എന്ന ചെറിയ രൂപമാണ്. തജല്ലി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രൂപമാണ്. ഇത്തരം തജല്ലികൾ നിരന്തരം കൽബിലേക്ക് കിട്ടുന്നതിന്റെ പേരിലാണ് മനുഷ്യൻ നന്നാവുന്നത്. അല്ലാതെ ഇവിടെ നാവ് കൊണ്ടുള്ള സംഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടോ ചിന്തിക്കുന്നതുകൊണ്ടോ മറ്റുള്ള കാര്യം കൊണ്ടോ ഒന്നല്ല. നമ്മളെ നന്നായി തീർന്നത് 100നെ കൊണ്ടാണ്, പ്രകാശത്തിനെ കൊണ്ടാണ്. അതിന്റെ ഏറ്റവും വലിയ ശക്തിയായ രൂപമാണ് തജല്ലി. അള്ളാഹുവിന്റെ ഔലിയാക്കളിലാണ് ഉണ്ടാവുക. അവരുടെ മുമ്പ് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുള്ളൂ. അവരുടെ സംസാരത്തില്, അതേപോലെ അവരുടെ നോട്ടത്തില്, അവരുടെ സാമീപ്യത്തില്. അതാണ് സുഹബത്ത് എന്ന് പറയുന്നത്. എത്രമാത്രം അള്ളാഹുവിനോട് അടുക്കപ്പെട്ട ഒരു മഹാനായിരിക്കോ അത്രമാത്രം സുഹബത്ത് നമുക്ക് ലഭിക്കും. ആ സുഹബത്തിന്റെ അംശം ലഭിക്കും, അതിന്റെ പവർ ലഭിക്കും. എല്ലാ ഔലിയാക്കളും മുമ്പിൽ ഇരിക്കുന്നു ഒരേപോലെയല്ല. ഔലിയാക്കളെ മർത്തബ കൂടുന്നതിനനുസരിച്ച് കണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും വർദ്ധിക്കും. ഈ പറഞ്ഞ വിഷയം ലതാഫുൽ അനയെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ലോകങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള 7 വാതിലുകൾ അല്ലെങ്കിൽ 7 വാഹനങ്ങൾ ഇതും പറഞ്ഞു കഴിഞ്ഞ് ഓരോ സ്വർഗത്തിലേക്കും ഓരോ ലോകത്തേക്കും ഉള്ള ആ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡോറുകൾ നമ്മൾ മുനവറാക്കുന്ന സമയത്ത് ആ 7 സ്വർഗങ്ങളിലേക്കുള്ള നമ്മളെ എൻട്രി ഓക്കെ, അല്ലെങ്കിൽ 7 ലോകങ്ങളിലേക്കുള്ള ആക്സസ് നമുക്ക് സാധ്യമായി. ആ 7 സ്വർഗങ്ങളുടെ പേരാണ് ഖുൽദ്, ദാറുസ്സലാം, ദാറുൽ ഖറാർ, ഈദൻ, മഅ്വ, നഈം, ഫിർദൗസ് എന്നിവ. അതേപോലെ 7 ലോകങ്ങളാണ്. ആദ്യം അടിയിൽ നിന്ന് നാസൂത്ത്, മലക്കൂത്ത്, ജബറൂത്ത്, പിന്നെ അങ്കബൂത്ത് ഉണ്ട്. അതിനുശേഷം ലാഫൂത്ത്, വഹദത്ത്, അഹദിയത്ത്. അഹദിയത്തിൽ എത്തിയാൽ മാത്രമാണ് അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കുള്ളൂ. അതിന് സാധ്യമാക്കുന്ന ഒരു ആത്മാവ്, റൂഹ് നമ്മളിലുണ്ട്. പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട് ഒരു വിഷയം, അള്ളാഹുവിനെ കാണാൻ സാധിക്കൂല എന്ന് പറയുന്ന ഒരു വിഷയം ഖുർആനിൽ പറയുന്നുണ്ട്. കണ്ണുകൾ അവനെ കണ്ടെത്തുകയിൽ, പക്ഷെ കണ്ണുകളെ അവൻ കണ്ടെത്തും എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം പറയുന്നത്. പക്ഷെ ഇവിടെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ മാംസളമായ കണ്ണുകളാണ്. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ അതിന് പകരം മറ്റൊരു കണ്ണ്, മറ്റൊരു റൂഹ് അവൻ വെച്ചിട്ടുണ്ട്. അതിന്റെ കണ്ണുകൾ അള്ളാഹുവിനെ കണ്ടെത്തൂല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അതിനെ കണ്ടെത്താൻ സാധിക്കും, അള്ളാഹുവിനെ അത് കാണാൻ സാധിക്കും. അതിന്റെ ജോലി തന്നെ അതാണ്. അതിനുവേണ്ടി പടക്കപ്പെട്ടതാണ് ലതാഫുൽ അന എന്നുള്ള ആത്മാവ്. അല്ലാതെ മറ്റൊരു റോളും അതിനില്ല. ഇതൊക്കെ എല്ലാ മനുഷ്യരിലും അള്ളാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കൂടാതെ പ്രത്യേകമായ ആത്മാക്കളുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും എക്സ്ട്രാ ആയിട്ട് വരുന്ന ചില ആത്മാക്കൾ സാധാരണ മനുഷ്യരിൽ ഇത് ഉണ്ടാവൂല. പക്ഷെ ചില ആളുകൾക്ക് അള്ളാഹു തആല അത് ഇട്ടുകൊടുക്കും, ഈ എണ്ണത്തിന് പുറമെ ആയിരിക്കും. അത്തരം ആളുകൾ ഏറ്റവും വലിയ ഉന്നതന്മാരായിരിക്കും. അതിന് പറയുന്ന 2 സ്പെഷ്യൽ ആത്മാക്കളാണ്. ആദ്യത്തെ തിഫ്ലുൻ നൂരി എന്ന് പറയപ്പെടും. തിഫ്ലുൻ നൂരി എന്ന് പറയപ്പെടുന്ന ഒരു ആത്മാവുണ്ട്. അള്ളാഹുവിന്റെ തന്നെ വജൂദാണത്, അള്ളാഹുവിന്റെ തന്നെ കോലാണത്, അള്ളാഹുവിന്റെ ബാഹ്യമായ കോലാണത്. ഈ കോലത്തിലുള്ള ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് അള്ളാഹു തആല അള്ളാഹുവിന്റെ ഉന്നതരായ ഔലിയാക്കളിലേക്ക് ഇട്ടുകൊടുക്കും. അതേപോലെ തന്നെ മറ്റൊരു വജൂദുണ്ട് അള്ളാഹുവിന്. ആ വജൂദിന്റെ പേരാണ്, ആ ആത്മാവിന്റെ പേരാണ് ജുസ്ഇ തൗഫീഖ് ഇലാഹി. ഈ ആത്മാവും അള്ളാഹു തആല അവനെ ചുറ്റുന്നവരിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് 2 തരത്തിലുണ്ട്. ജുസ്ഇ തൗഫീഖ് ഇലാഹി, ദാത്തിയായ ജുസ്ഇ തൗഫീഖ് ഇലാഹി ഉണ്ട്. അതേപോലെ സിഫാത്തിയായതും. ദാത്തിയായത് കൂടുതൽ സമീപസ്ഥനും സ്ട്രോങ്ങുമാണ് സിഫാത്തിയേക്കാളും. അതേപോലെ തിഫ്ലുന്നൂരിയും ദാത്തിയും ഉണ്ട്, സിഫാത്തിയും ഉണ്ട്. ദാത്തി കൂടുതൽ സമീപസ്ഥനാണ് സിഫാത്തിയേക്കാളും. ജുസ്ഇ തൗഫീഖ് ഇലാഹിയും തിഫ്ലുന്നൂരിയും പരിഹരിക്കുന്ന സമയത്ത് ഏറ്റവും സമീപസ്ഥനും സ്ട്രോങ്ങും ആരാണ്? ജുസ്ഇ തൗഫീഖ് ഇലാഹിയാണ്. അതിന്റെ ബന്ധം അള്ളാഹുവിന്റെ ആന്തരികതയോടാണ്. തിഫ്ലുന്നൂരിയുടെ ബന്ധം അള്ളാഹുവിന്റെ ബാഹ്യമായ ഊഹനോടാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരം ആത്മാക്കളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉന്നതരാണ്.
നമ്മൾ പറയുകയാണെങ്കിൽ ജുസ്സ തൗഫീഖ് ഇലാഹിന്റെ അഹലുകാര്, അത് നൽകപ്പെട്ട ആളുകൾ, അവർക്ക് കിട്ടുന്ന വഴി ഇഷ്കിന്റെ വഴിയാണ്. തിഫ്ലിനൂരി വഴി ലഭിക്കുന്ന അനുഗ്രഹം ഫക്കീറിന്റെ വഴിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു സ്റ്റെപ്പ് ആണ് എന്ത്? റൂഹാനിയത്തിൽ 2 തരം വഴികളുണ്ട്. ഒന്ന് ഫക്കീറിന്റെ വഴി എന്ന് പറയപ്പെടും, ഒന്ന് ഇഷ്കിന്റെ വഴി എന്ന് പറയപ്പെടും. ഫക്കീറിന്റെ വഴി എന്ന് പറയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഠിനമായ മുജാഹദകള്, ആരാധനകൾ കൊണ്ട് അള്ളാഹുലേക്ക് എത്തിച്ചേരുന്ന വഴിയാണ് ഫക്കീറിന്റെ വഴി. ഇഷ്കിന്റെ വഴി എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. അതിൽ കഠിനമായ ആരാധനകളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു ചില ആളുകൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു അവരെ ഇബാദത്തൊന്നും കൂടാതെ തന്നെ അവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ വരുന്ന ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു റൂഹാണ് ജുസ്സ തൗഫീഖ് ഇലാഹി. ആശിക്യങ്ങളും അതേപോലെ ഫക്കീറന്മാരുണ്ട്. ഫക്കീറന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജാഹിദിന്റെ വഴിയിലുള്ള ആൾക്കാരാണ്, ആരാധനയുടെ രീതിയിലുള്ള ആൾക്കാരാണ്. എന്നാൽ മറ്റവര് ഇഷ്കിന്റെ വഴിയിലുള്ളവരാണ്. അതിൽ അധ്വാനം കുറവാണ്. അധ്വാനം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അധ്വാനം, ആന്തരികമായ അധ്വാനം രണ്ടിലുണ്ട്. ഇത് പോയിന്റ് അറിയൽ നിർബന്ധമാണ്. ശരിക്കുള്ള റൂഹാനിയത്ത് അറിയുന്നവർക്ക് ഇത് അറിയണം. ഇതറിയാതെ ഒരുപാട് തസൂഫ് പറഞ്ഞോട് കാര്യമില്ല. നമുക്ക് തസൂഫിൽ ഈ 2 വിഷയങ്ങൾ അറിയുന്ന നിർബന്ധമാണ്. ഒരുപാട് ഹദീസുകളെ അർത്ഥങ്ങള്, ഖുർആന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ടേംസ്, ഈ വൊക്കാബുലറി അറിയണം. എങ്കിലും നമ്മൾ ഫക്കർ എന്ന് കേൾക്കുമ്പോ ദരിദ്രന്മാരെ കുറിച്ച് ചിന്തിക്കും, പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കും. അതൊന്നല്ല റുഹാനിയത്തിന്റെ അർത്ഥം. നമ്മുടെ ഈ പറയുന്ന വിഷയം എന്താണ് ജുസ്സ തൗഫീഖ് ഇലാഹി, അതെങ്ങനെ ഉണ്ടായി, അതേപോലെ എന്താണ് തിഫ്ലിനൂരി, എന്താണ് ജുസ്സ തൗഫീഖ് ഇലാഹി, അതേപോലെ എന്താണ് തിഫ്ലിനൂരി, അതെങ്ങനെ നിലവിൽ വന്നു എന്നുള്ള വിഷയങ്ങളും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ജുസ്സ തൗഫീഖ് ഇലാഹി ഉള്ള വ്യക്തികൾക്ക് ആശികൾ പറയും, അതേപോലെ തിഫ്ലിനൂരി ഉള്ളവർക്ക് ഫക്കീറന്മാരെന്ന് പറയും. എന്നാൽ അവരിൽ ഏറ്റവും ഉന്നതരായ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തിഫ്ലിനൂരിൽ 2 തരമുണ്ട്, ദാത്തിയുണ്ട് സിഫാത്തിയുണ്ട്. ദാത്തിയായ തിഫ്ലിനൂരി ഉള്ള ആളുകൾ ഈ ഉമ്മത്തിൽ 7 ഉള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവൂല. ഇനി വരാൻ പോകുന്നില്ല, ഇത് കഴിഞ്ഞു പോയി. അപ്പൊ ആ 7 ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം അത് ആൾറെഡി വന്നു കഴിഞ്ഞവരാണ്. എന്നാൽ സിഫാത്തിയായ തിഫ്ലിനൂരിലുള്ളവർ ഒരുപാടാണ്, നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ ചോദിച്ചിരുന്നത് നമ്മുടെ ക്ലാസ്സിൽ, ആരാണ് ആരിഫ്യങ്ങള്, ആരാണ് ആശിക്യങ്ങള്, ആരാണ് ഫക്കീറന്മാർ എന്നൊക്കെ. അതിന്റെ ഉത്തരം ഇതും കൂടി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വിഷയം സംസാരിക്കാം. അസ്സലാമു അലൈക്കും.